കള്ളാടി ആനക്കാമ്പോയിൽ നിർദ്ദിഷ്ട തുരങ്കപാത കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന 8 കിലോമീറ്റർ വരുന്ന തുരങ്കപാതയുടെ തുടക്കം വയനാട്ടിൽ നിന്നുള്ള തുടക്കം ഈ ഭാഗത്താണ്. ഇതിപ്പോൾ ചൂരൽമല മേപ്പാടി മുണ്ടക്കൈയിലേക്കൊക്കെ പോകുന്ന റോഡാണ്. മലയോര ഹൈവേ ആണ്. ഈ റോഡിൻ്റെ പുനർനിർമ്മാണം അതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റോഡിൽ നിന്നാണ് ഈ വഴി തുടങ്ങുന്നത്. നമ്മൾ ഈ കാണുന്ന മണ്ണെടുത്ത ഭാഗത്തുകൂടി തൊട്ടപ്പുറത്തുള്ള പാറ, ആ പാറയാണ് തുരക്കേണ്ടത്. ആ പാറയ്ക്കുള്ളിലൂടെയാണ് 8 കിലോമീറ്റർ തുരങ്കം വരേണ്ടത്. അതിനു മുൻപ് 60 മീറ്റർ വീതിയിൽ മണ്ണെടുക്കണം. ഈ തുരങ്ക പാതയുടെ കർമ്മസമിതി കൺവീനർ KP ഹൈദരലിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ ഹൈദർ പറയും. അതായത് ഇപ്പോൾ നമുക്കിത് ചൂരൽമല റോഡാണ്. ഈ ചൂരൽമല റോഡിൽ നിന്നും പിന്നെ 300 മീറ്ററിൽ നമുക്ക് ഈ മണ്ണെടുത്തിട്ട് ഈ ചൂരൽമല റോഡിൻ്റെ അതേ ലെവലിൽ റോഡ് ക്ലിയർ ചെയ്യണം. 60 മീറ്റർ വീതിയിൽ മണ്ണെടുക്കുന്നത് 300 മീറ്റർ നീളത്തിൽ 60 മീറ്റർ വീതിയിൽ പാറ വരെ മണ്ണ് മാറ്റണം. അതിന് ശേഷമാണ് നമുക്ക് പാറ തുരന്നു തുടങ്ങേണ്ടത്. അത് 8.1 അങ്ങനെയെങ്കിൽ നമ്മൾ കോഴിക്കോട് ജില്ലയിലെ സ്വർഗംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ എൻട്രൻസ് പോയി കയറുന്നത്. അത് കഴിഞ്ഞ് ഉടനെ ഒരു ഇരവിഞ്ഞിപ്പുഴ എന്ന് പറയുന്ന ആ പുഴക്ക് ഒരു പാലം നിർമ്മിച്ച് അതിനുകൂടെ ഒരു അപ്രോച്ച് റോഡും ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ മുത്തപ്പൻ പുഴ ആനക്കാമ്പോയിൽ എന്ന് പറയുന്ന സ്ഥലം എത്തും. ആ ഭാഗത്തെ വർക്ക് ഇപ്പോൾ കാര്യമായി നടക്കുന്നുണ്ടല്ലോ. കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഈ തുരക്കുന്നത് രണ്ട് ഭാഗത്തുനിന്നും അല്ലേ? രണ്ട് ഭാഗത്തുനിന്നും തുരക്കും എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടിയത്. കമ്പനി ഇത് സർക്കാരുമായിട്ട് 4 വർഷത്തെ എഗ്രിമെൻ്റാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേറെ മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോഴത്തെ ഈ കൊച്ചി ജില്ലയായ വയനാടും കോഴിക്കോടും തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ അതിലൊക്കെ അതിയായ പ്രതീക്ഷയും അഭിമാനവും തോന്നുന്നുണ്ട്. ഇപ്പോൾ ദിവസവും മഴ പെയ്യുന്നുണ്ട്. ഇവിടെ ഉച്ചയ്ക്ക് ശേഷം ഉച്ച തൊട്ടൊക്കെ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ണെടുക്കുന്ന പ്രവൃത്തിക്ക് കുറച്ച് കാലതാമസം നേരിടുന്നുണ്ട്. പക്ഷേ ഈ കമ്പനി അധികൃതർ പറയുന്നത് ഈ മണ്ണ് നീക്കിക്കഴിഞ്ഞാൽ, ആ പാറയിൽ എത്തിക്കഴിഞ്ഞ് തുരങ്കത്തിൻ്റെ പണി തുടങ്ങിയാൽ പിന്നെ കാലാവസ്ഥയൊന്നും തടസ്സമില്ല. പിന്നെ പ്രവൃത്തി മുന്നോട്ട് പോകും. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.